ഉച്ചയുടെ നമസ്കാരം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാടിയാരുടെ കൃപയും നമിഷ്യ രാജാവേ, നിനക്ക് സ്തുതി. ബാറിക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. സർവശക്തിയും മഹാകരുണയുമുള്ള കർത്താവേ, ആത്മാക്കൾക്ക് സ്ഥിരപ്പെട്ട മഹാവൈദ്യൻ നീ മാത്രമേയുള്ളൂ. നിന്നെ തിരഞ്ഞ് നിന്നിൽ സങ്കേതപ്പെടുവാൻ എല്ലാവരും അന്വേഷിച്ചിരിക്കുന്നവനും നീയാകയാൽ എൻ്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞാൻ നിന്നെ വളരെ വെറുപ്പിച്ചു, നിന്നോട് വിരോധം ചെയ്തുവെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇതാ പാപത്തിൽ ഞാൻ മരിച്ചിരിക്കുന്നു. സ്നേഹമില്ലാത്ത മനുഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിരിക്കണമെന്ന് നീ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അനുഗ്രഹിക്കുന്നവനും അധികം കരുണയുള്ളവനും നീയാകയാൽ എൻ്റെ മേൽ കരുണ ചെയ്യണമേ. നിനക്ക് കഴിയാത്തതൊന്നുമില്ല. ഞാൻ പാതാളത്തിൽ പൊടി പോലെ ചിതറപ്പെട്ടു പോകുമെങ്കിലും നീ അനുഗ്രഹങ്ങളുടെ ഉടയവനും സൃഷ്ടിയെക്കുറിച്ച് താല്പര്യമുള്ളവനുമാകയാൽ നശിച്ചു പോകുന്ന ശരീരങ്ങളെ ഉയർപ്പ് ദിവസത്തിൽ ഉയർപ്പിപ്പാൻ നീ ഒരുങ്ങിയിരിക്കൊണ്ട് എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും പാപപ്പെട്ടിരിക്കുന്നു. ഞാൻ നശിച്ചവനായി തീർന്നിരിക്കുന്നു. എന്നാൽ തന്നെ ജീവിപ്പാൻ കഴിയുന്നതല്ല. എനിക്ക് ശരണവിരോധം നിമിത്തം ഇരട്ടിയായി തകർച്ച ഭവിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, എനിക്ക് കിരീടം ലഭിപ്പാനായിട്ട് ഒരു അംഗമുണ്ടായി എന്ന് ഞാൻ അറിയുന്നു. ഞാൻ അതിനെ അന്വേഷിച്ചിട്ടില്ല. അത്രയുമല്ല, ദുഷ്ടന്മാരോടുകൂടെ ദുർമോഹങ്ങൾ നിമിത്തം അപമാനമേറ്റ് എന്നേക്കും അതിവേദനപ്പെടുവാൻ തക്ക കഠിനക്രിയകളെ ഞാൻ ചെയ്തിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ വലിയ ശിക്ഷാവിധിക്ക് യോഗ്യതയുള്ളവനാകുന്നു എന്നും എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി ഉത്തരം പറവാൻ ഞാൻ യോഗ്യനാകയില്ലെന്നും ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഭൂലോകത്തിലുള്ളവരൊക്കെയും എനിക്ക് വേണ്ടി അപേക്ഷിച്ചാലും നിന്റെ കൃപ കൂടാതെ ജീവിപ്പാൻ കഴിയുകയില്ലെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നതിനാൽ നിന്റെ കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അരിശത്തിൽ എന്നെ ശാസിക്കുകയും നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കുകയും അരുതേ. പൂർണ്ണമായ ദോഷപൂർത്തിയെ യാചിപ്പാൻ ഞാൻ ധൈര്യപ്പെടുന്നില്ല. ഇനിയും ഞാൻ എന്തു ചെയ്യേണ്ടുവെന്നും എവിടേക്ക് ഞാൻ ഓടിയൊളിക്കേണ്ടുവെന്നും നിന്റെ തിരുമുമ്പിൽ നിന്ന് എവിടെ മറഞ്ഞു നിൽക്കേണ്ടുവെന്നും അയ്യോ, എനിക്ക് വേണ്ടി അപേക്ഷിപ്പാൻ ആരുള്ളൂവെന്നും ഞാൻ അറിയുന്നില്ല. എൻ്റെ മുഖത്ത് ലജ്ജ നിറഞ്ഞിരിക്കൊണ്ട് ആകാശത്തേക്ക് നോക്കുവാൻ ഞാൻ ഭയപ്പെടുന്നു. നുറുങ്ങിയ ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും ചുങ്കക്കാരനെ പോലെ നിന്റെ തിരുമുമ്പിൽ ഞാൻ നിലവിളിക്കുന്നു. നാനാദോഷക്കാരനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ എന്നെ കൈക്കൊള്ളണമേ. നിന്നെ ഉപേക്ഷിച്ച ശിമയോനോട് നിരപ്പായതുപോലെ എന്നോട് നിരപ്പാകണമേ. എൻ്റെ കർത്താവേ, ശുദ്ധമുള്ള നിന്റെ ശരീരം എന്നെ തീറ്റി ജീവനുള്ള നിന്റെ രക്തം എന്നെ കുടിപ്പിച്ച് ശുദ്ധമുള്ള നിന്റെ തിരുനാമം എൻ്റെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അന്ധകാരത്തിൽ എനിക്ക് ഭവനമാകാനും കഠിനമുള്ള വേദനയിൽ ദുഷ്ടന്മാരോടുകൂടെ വേദനപ്പെടുവാനും നീ വിധിച്ചു. എന്നെ ഉപേക്ഷിച്ച് കളയരുതേ. എൻ്റെ കർത്താവേ, സ്വർഗത്തിന് ഞാൻ യോഗ്യനാകുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. പാപിയുടെ മരണത്തിൽ മനസ്സില്ലാത്തവനും കനിവുള്ളവനും നീയാകയാൽ സംഖ്യയില്ലാത്ത നിന്റെ കരുണ പോലെ എന്നോട് ദയ ചെയ്യണമേ. കർത്താവേ, മഹാപാപിയായ എൻ്റെ മേൽ ദയയോടെ കരുണ ചെയ്യണമേ. എൻ്റെ കർത്താവേ, കനിവോടെ എന്നെ അനുഗ്രഹിക്കണമേ. നിന്റെ സന്നിധാനത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ദുഷ്ടതയും കഠിനവും എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞാൻ ചെയ്ത പാപനിമിത്തം
എൻ്റെ മുഖങ്ങളിൽ അടച്ചിരിക്കുന്ന നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്നു തരണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ തിരുമുഖത്തെ പ്രകാശിപ്പിച്ച് എന്നെ രക്ഷിച്ചുകൊള്ളണമേ. അന്ധകാരത്തിലും മരണനിഴലിലും ഇരിക്കുന്ന മഹാപാപിയായ എനിക്ക് നിൻ്റെ പ്രകാശം നൽകണമേ. തത്സമയത്ത് നിൻ്റെ അനുഗ്രഹം എൻ്റെ മുമ്പിൽ നിൽക്കണമേ. കർത്താവേ, ഞാനൊരു മഹാപാപിയും സകല ദുഷ്ടതകളിൽ മുഴുകിയിരിക്കുന്നവനുമാകയാൽ കുറ്റക്കാരനും അരിശപ്പെടുന്നവനുമായ എന്നെ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്നെ പ്രസവിച്ച അമ്മയും സകല പരിശുദ്ധന്മാരും എനിക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഇവരെല്ലാവരുടെയും പ്രാർത്ഥനയാലും അപേക്ഷയാലും കുറ്റക്കാരനായ എന്നോട് കനിവുണ്ടാകണമേ. എൻ്റെ ആത്മപാപങ്ങൾ ക്ഷമിച്ചുകൊള്ളണമേ. കർത്താവേ, വലിയ മഹത്വത്തോടെ നീ എഴുന്നള്ളുന്ന ദിവസത്തിൽ അനുതാപത്തിങ്കൽ പൂർണ്ണത വന്നവരോടും 11 മണി നേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ വലതു ഭാഗത്ത് ഞാൻ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും ശുദ്ധമുള്ള നിന്റെ റൂഹായെയും സ്തുതിപ്പാൻ എന്നെ യോഗ്യനാക്കി തീർക്കണമേ. ആമേൻ. 6 ദിവസം 6 മണി നേരത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുമനസാൽ കുരിശിൽ തൂങ്ങപ്പെട്ടവനായ കർത്താവേ, ഞങ്ങളുടെ രക്ഷിതാവ് നീയാകയാൽ ഞങ്ങളുടെ പാപങ്ങളുടെ ചീട്ട് നീ കീറിക്കളയണമേ. നിന്റെ ഇഷ്ടത്താൽ ഞങ്ങൾക്ക് വേണ്ടി സ്ലീബായിൽ തൂങ്ങപ്പെട്ടവനും സ്ലീബായിൽ പാപത്തെ പതിപ്പിച്ചവനും മരണത്തിൽ അകപ്പെട്ടിരുന്ന ആദാമിനെ ജീവിപ്പിച്ചവനുമായ എൻ്റെ കർത്താവേ, ജീവിപ്പിക്കുന്ന നിന്റെ കഷ്ടാനുഭവങ്ങളാലും തറയ്ക്കപ്പെട്ടിരുന്ന ആണികളാലും ഞങ്ങളിലുള്ള ദുർവികാരങ്ങളെയും ദുഃഖങ്ങളെയും നീ മരിപ്പിക്കണമേ. കരുണയുള്ള ദൈവം നീയാകൊണ്ട് സംക്ഷേപിച്ചുകൂടാത്ത നിന്റെ ന്യായവിധിയുടെ ഓർമ്മയ്ക്ക് ഞങ്ങളുടെ ബോധത്തെ നീ തിരിപ്പിക്കണമേ. എൻ്റെ കർത്താവേ, അയോഗ്യന്മാരായ നിന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ, നിന്റെ കൃപനിമിത്തം നിന്നോട് ഞങ്ങൾ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അകൃത്യം ഹേതുവായിട്ട് 6 മണി നേരത്ത് കാലുകളും കൈകളും ആണികളാൽ തറയ്ക്കപ്പെട്ട കൃപയുള്ള കർത്താവേ, നിന്നെക്കുറിച്ചുള്ള ഭയത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ബോധങ്ങളെയും തറച്ചുകൊള്ളണമേ. ഞങ്ങൾക്ക് വേണ്ടി ആക്ഷേപവും പരിഹാസവും നിന്നെയും ഏറ്റുകൊള്ളുവാൻ ഇഷ്ടം തോന്നി ഏറ്റവനായ കർത്താവേ, പാപവിചാരങ്ങളെയും ജഡമോഹങ്ങളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിന്റെ കൃപയുടെ വസ്ത്രങ്ങൾ കൊണ്ട് പാപത്തിൻ്റെ ലജ്ജയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് രക്ഷിച്ചുകൊള്ളണമേ. കാവൽക്കാർ തങ്ങളിൽ നിന്റെ കുപ്പായങ്ങളെ വിഭാഗിച്ച് നിന്റെ കുപ്പായത്തിന് ചീട്ടിട്ടുള്ളവനായ എൻ്റെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ചവരെ നീ കൈക്കൊണ്ടു. പിന്നെ പാപത്തിന് തിരിയാതിരുന്നവരോടുകൂടെ നല്ല ഉപകാരം ഞങ്ങൾക്ക് നീ നൽകണമേ. പിതാവേ, അവർ ചെയ്യുന്നത് ഇന്നതെന്ന് അവരറിയുന്നില്ല, അവരോട് നീ ക്ഷമിക്കണമേ എന്ന് തന്നെ കുരിശിൽ തൂക്കിയവരെക്കുറിച്ച് തൻ്റെ പിതാവിനോട് അപേക്ഷിച്ചിട്ടുള്ള എൻ്റെ കർത്താവേ, അറിവോടും അറിവ് കൂടാതെയും ഇഷ്ടത്തോടും ഇഷ്ടം കൂടാതെയും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളൊക്കെയും ഞങ്ങളോട് നീ ക്ഷമിക്കണമേ. കഴിഞ്ഞതും വരുവാനിരിക്കുന്നതുമായ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യമാക്കണമേ. സ്കീപ്പായാൽ ഭൂമിന്മേലൊക്കെയും അന്ധകാരം വരുത്തിയ കർത്താവേ, ഞങ്ങളുടെ നേരെയുള്ള വൈരിയുടെ കണ്ണുകളെ നീ അടച്ച് അവൻ്റെ തിന്മയിൽ നിന്ന് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. സകലത്തിനും ദൈവവും രാജാവും നീയാകുന്നുവെന്ന് ഏറ്റുപറഞ്ഞ് നിന്റെ വലതു ഭാഗത്തായിരുന്ന കള്ളൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ച കർത്താവേ, നിന്റെ കൽപ്പനകളുടെ വഴിയിൽ നടപ്പാനും ഒടുക്കത്തെ ശ്വാസം വരെ നിന്റെ ദൈവത്വത്തെ ഏറ്റുപറയുവാനും ഞങ്ങളുടെ ഹൃദയത്തിലെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആ നപുംസകനെ ശിഷ്യനാക്കുവാനായി ഫിലിപ്പോസിൻ്റെ അടുക്കൽ നിന്റെ മാലാഖയെ അയച്ച ഞങ്ങളുടെ കർത്താവേ, നിന്റെ ജീവനുള്ള വഴി ഞങ്ങളെ പഠിപ്പിപ്പാനും സാത്താൻ്റെയും ദുഷ്ടരായ മനുഷ്യരുടെയും സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുവാനായിട്ട് നിരപ്പിൻ്റെ മാലാഖയെ ഞങ്ങൾക്ക് നീ അയക്കണമേ. നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ എല്ലാവരും തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വെടിപ്പാക്കപ്പെടുന്നുവെന്ന് പത്രോസ് മാളികയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ്റെ പ്രാർത്ഥന കേട്ട് അവനെ കാണിച്ച വസ്ത്രദർശനത്താൽ തിരിച്ചറിയിപ്പിച്ചു. കർത്താവേ, രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കണമേ. ഉർസ്ലേമിൽ നിന്ന് ദമസ്കോസിന് പൗലോസ് പോകുന്ന സമയത്ത് അവന് വെളിപ്പെട്ട് നിന്റെ അടുക്കിലേക്ക് വലിച്ചിരിപ്പിച്ചവനായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാൽ വഴിതെറ്റിൽ നിന്ന് ഞങ്ങളെ തിരികെ വരുത്തി. അവനുണ്ടായതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് വിശ്വാസത്തിലും പ്രവൃത്തിയിലും ഞങ്ങൾ അവനെ പിന്തുടർന്ന് ജീവനുള്ള നിന്റെ സ്ലീബായിൽ പ്രശംസിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിന്നെയും കർത്താവേ, വാഴ്ത്തപ്പെട്ടവൻ നീയാകൊണ്ടും നിനക്ക് നിന്റെ പിതാവിനും ശുദ്ധമുള്ള റുഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. സർവ്വവല്ലഭനായിരിക്കുന്ന കർത്താവേ, നിന്റെ ഏകപുത്രൻ്റെ കഷ്ടാനുഭവങ്ങളുടെ സമയങ്ങൾ ഞങ്ങൾക്ക് അപേക്ഷകളുടെയും ആശ്വാസങ്ങളുടെയും സമയങ്ങളാക്കി നീ തീർത്തിരിക്കൊണ്ട് നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്ത് നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു. എൻ്റെ കർത്താവേ, ഈ സമയത്ത്
ഞങ്ങളുടെ നമസ്കാരവും അപേക്ഷയും നീ കൈക്കൊള്ളണമേ. നിന്റെ ഏകപുത്രൻ സ്ലീബായിൽ തൂങ്ങപ്പെട്ട നാഴികയിൽ തിന്മപ്പെട്ടവൻ്റെ ശക്തിയൊക്കെ നീ മായ്ച്ചു കളഞ്ഞ പ്രകാരം പാപത്തിൽ നിന്ന് ഞങ്ങളുടെ മേൽ എടുക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങളുടെ ചീട്ടുകീറി ഇല്ലായ്മ ചെയ്യണമേ. വന്ദിക്കപ്പെട്ടതും ശുദ്ധമുള്ളതുമായ നിന്റെ തിരുനാമത്തെ ഐക്യമത്യപ്പെടുത്തുന്ന വിശേഷമുള്ള വ്യാപാരങ്ങളെയും വെടുപ്പുള്ള ജീവസുകളെയും ഞങ്ങൾക്ക് നൽകണമേ. ആദ്യന്തമില്ലാത്ത പിതാവേ, നിനക്കും നിന്റെ ഏകപുത്രനും ശുദ്ധമുള്ള നിന്റെ റുഹായിക്കും ഞങ്ങൾ സ്തുതികരേറ്റിക്കൊണ്ട് കുറ്റമില്ലാത്ത നിന്റെ ഏകപുത്രൻ്റെ പ്രബലപ്പെട്ട സിംഹാസനത്തിന് മുമ്പാകെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ.